നിലമ്പൂരിൽ പി.വി. അൻവർ പിടിച്ച വോട്ടുകളിൽ ഇരു മുന്നണികളും ഞെട്ടി. അൻവർ ഒരു ഘടകം തന്നെയാണെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അൻവറിനെതിരായ വി.ഡി. സതീശന്റെ കടുംപിടുത്തം വേണ്ടിയില്ലെന്ന തരത്തിൽ കോൺഗ്രസിലും ചർച്ച സജീവമാണ്. അൻവറിന് മുന്നിൽ അടച്ച വാതിൽ തുറക്കുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. നിലമ്പൂർ അംഗത്തിൽ അക്ഷരാർത്ഥത്തിൽ താരമായത് പി.വി. അൻവർ തന്നെ. രണ്ട് മുന്നണികളെയും ഞെട്ടിച്ച് 20,000-ഓളം വോട്ടാണ് അൻവർ നേടിയത്. 10,000-ന് മുകളിൽ അൻവറിന് വോട്ട് കിട്ടുമെന്ന് ആരും കരുതിയതല്ല. LDF-ൽ നിന്ന് വൻതോതിൽ അൻവർ വോട്ട് ചോർത്തി എന്ന് വ്യക്തം. LDF-ന്റെ ശക്തി കേന്ദ്രമായ പോത്തുകല്ലിൽ പോലും വിള്ളൽ വീണു. ഇത് അൻവർ എഫക്റ്റാണെന്ന് ഉറപ്പ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M. സ്വരാജ് മത്സരിച്ചിട്ട് പോലും കേഡർ വോട്ടിൽ വിള്ളൽ വീണത് പാർട്ടിയെ ശരിക്കും ഞെട്ടിച്ചു. LDF-നാണ് അൻവർ കനത്ത പ്രഹരം ഏൽപ്പിച്ചത്. നിലമ്പൂർ തോൽവിക്ക് അൻവർ പ്രധാന ഘടകമായി എന്ന് CPM വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അൻവർ സ്വന്തം നിലയിൽ മത്സരിച്ചതുകൊണ്ട് മാത്രം UDF-ന്റെ ഭൂരിപക്ഷം 12,000-ൽ താഴെയാക്കാൻ LDF-ന് കഴിഞ്ഞു. അൻവറിന്റെ വോട്ടും യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിനെതിരായ വോട്ടാണ്. അങ്ങനെ വരുമ്പോൾ LDF തോൽവി 30,000-ന് മുകളിൽ എന്നും വിലയിരുത്താം. അൻവറിന് മുന്നിൽ അടച്ചവാതിൽ UDF-നും തുറക്കേണ്ടി വരുന്നതാണ് ഈ വോട്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിലെങ്കിലും അൻവറിന്റെ പിന്തുണ അനിവാര്യമായിരിക്കുകയാണ് UDF-ന്. അടച്ചവാതിൽ തുറക്കുന്നതിന് തടസ്സമില്ലെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞതും വസ്തുത തിരിച്ചറിഞ്ഞാണ്. അദ്ദേഹം അവിടെ 9 വർഷക്കാലം MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചൊരു പശ്ചാത്തലമുണ്ട്. സർക്കാരിനെതിരെ ശക്തമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു. അത് ഞങ്ങൾ ആലോചിച്ചു. ദാറ്റ് വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. നമ്മളത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല. വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. ചർച്ച ചെയ്യും. രാഷ്ട്രീയമല്ലേ, ചർച്ച ചെയ്യാതിരിക്കുന്നതിന് എന്താ? അത് തുറക്കാമല്ലോ വാതില്. വാതിലിന് എന്തിനാ താക്കോലെന്തിനാ ഈ വാതില് പണിയുന്നവർ താക്കോല് വെക്കുന്ന എന്തിനാ? വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. അൻവർ എഫക്റ്റ് നിലമ്പൂരിൽ ഉണ്ടായി എന്ന് തുറന്നു സമ്മതിക്കാനും KPCC പ്രസിഡന്റ് തയ്യാറായി. അൻവറിനെ UDF-ൽ എടുക്കുന്നത് സംബന്ധിച്ച് എല്ലാവരും ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. അൻവർ കൂടി ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ സർക്കാരിന് വൻ തിരിച്ചടി നൽകാൻ കഴിയുമായിരുന്നു എന്ന വിലയിരുത്തലും കോൺഗ്രസിലുണ്ട്. M. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നൽകിയ ആത്മവിശ്വാസത്തിൽ ഒരു വിവാദവുമില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് വോട്ടെണ്ണലിന്റെ തലേ ദിവസം MV ഗോവിന്ദന്റെ വിവാദ പരാമർശവും വന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചു എന്ന തരത്തിലായിരുന്നു ആ പ്രസ്താവന. ഇത് മുന്നണിയിൽ വലിയ ചർച്ചയായി. LDF-നെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയി. തോറ്റതിനു പിന്നാലെ സൈബർ ഇടത്ത് MV ഗോവിന്ദനെതിരെ വിമർശനങ്ങളും ഉയർന്നു. നന്ദിയുണ്ട് മാഷേ എന്നാണ് റെഡ് ആർമി പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.